NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് അവിടെ വോട്ടെടുപ്പ് നടക്കുകയാണ്. ആദ്യ 2 മണിക്കൂർ വോട്ടെടുപ്പ് പിന്നിടുമ്പോൾ 13.15% വോട്ടാണ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. മൈക്കോടിയോ ഹലോ 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 ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. 148 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ശിവദാസ് കന്മനമുണ്ട്. ശിവദാസ്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യുകയാണല്ലേ? അവിടെ എന്തുകൊണ്ടാണ് അവിടെ ആകെ ഒരു ഇരുട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ? ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 148 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. കുടുംബസമേതമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. മറ്റ് ബൂത്ത് തല സന്ദർശനങ്ങളെല്ലാം തന്നെ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് ഇവിടെ എവിടെയും ഇല്ല. ഓരോ ബൂത്തിലും അത്തരത്തിലുള്ള വലിയ തിരക്കുകളൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹം ഈ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വോട്ട് ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ അദ്ദേഹം ബൂത്ത് തല സന്ദർശനത്തിൽ സജീവമായിരുന്നു. നിരവധി ബൂത്തുകളിൽ അദ്ദേഹം കയറി ഇറങ്ങി ഓരോ ആളുകളെയും കണ്ടു. അതിനുശേഷം ആണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ ഈ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും മറ്റ് ബൂത്തുകളിലേക്കൊക്കെ തന്നെയുള്ള സന്ദർശനം ഉണ്ട്. അത് ഈ വൈകുന്നേരം നിമിഷം വരെ അത്തരത്തിലുള്ള സന്ദർശനം തുടരും. അതോടൊപ്പം വോട്ട് രാജ വോട്ട് രേഖപ്പെടുത്തി വീട്ടിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 148 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയത്. ഇന്ന് രാവിലെ തന്നെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. 10 മണിയോടെയാണ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി എത്തിയിരിക്കുന്നത്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 148 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 2,32,000 വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുക. ആദ്യ 2 മണിക്കൂറിലും
പോളിംഗ് മികച്ച രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായ വിവരം ലഭിക്കുമ്പോൾ 13.15% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 148 നമ്പർ ബൂത്തിലാണ്